ഹൈദരാബാദിലെ മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തി തൃശൂർ പോലീസ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ MDMA പ്രധാന വ്യാപാരിയും തൃശൂർ പോലീസിന്റെ പിടിയിലായി. ആദ്യമായാണ് സൗത്ത് ഇന്ത്യയിലെ ഒരു മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തുന്നത്. കഴിഞ്ഞ മാസം ഒല്ലൂരിൽ നിന്നും പിടികൂടിയ 2.5 കിലോ MDMA ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് മയക്കുമരുന്ന് നിർമ്മാണശാലയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ മാസം ഒല്ലൂരിൽ വെച്ച് 2.5 കിലോ MDMA പിടിയിലായ കണ്ണൂർ സ്വദേശി ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഫാസിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ MDMA കൈമാറിയ 3 പേരെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഹൈദരാബാദാണ് ലഹരിക്കടത്തിന്റെ ഉറവിടമെന്ന് പോലീസിന് മനസ്സിലായത്. ഇവിടെ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഇടനിലക്കാരൻ ഹൈദരാബാദ് സ്വദേശി മഹേന്ദ്ര റെഡ്ഡി പിടിയിലായി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലഹരി നിർമ്മാണശാല കണ്ടെത്തിയതും ഉടമ വെങ്കിട നരസിംഹ രാജു പിടിയിലാവുന്നതും. പക്ഷേ ഇങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് ഇവർ ചെയ്യുന്നതിൽ എന്താണ് ബൈ പ്രോഡക്റ്റ് ഉണ്ട്, അത് ജീവൻ അപകടമായിട്ട് വരുമില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറ ശ്രദ്ധിക്കേണ്ടത്, വാങ്ങുന്നത് ഒരു ഇല്ലീഗൽ സബ്സ്റ്റൻസ് ആണ്, പക്ഷേ അത് ഒരു നോർമൽ സബ്സ്റ്റൻസിനെ പോലെ ഒരു ക്വാളിറ്റി കൺട്രോളോ അതിനോട് ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. വെങ്കിട നരസിംഹരാജു തന്നെയാണ് MDMA നിർമ്മിക്കുന്നത്. മൂത്രാശയം, വൃക്ക എന്നീ അവയവങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ഒല്ലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഡാൻസ് ഓഫ് അംഗങ്ങളുമാണ് മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തിയത്. മീഡിയ 1 തൃശൂർ.